ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം എൻ്റെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, ഞാൻ എന്താണെന്നറിയോ എൻ്റെ കയ്യിലിരിക്കുന്നത് നമ്മുടെ സുജാതയുടെ മിക്സി ആട്ടോ. ഒരു പുതിയ മിക്സി നമ്മൾ വാങ്ങിച്ചു. അതിൻ്റെ വീഡിയോ ഒന്ന് കാണിക്കുമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാട്ടോ ഞാൻ ഈ മിക്സിയൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ അല്ലേ? കാണാൻ പറ്റുന്നില്ലേ ഇപ്പം? അപ്പം നമുക്കതൊന്ന് അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ഈ സംഭവം പിടിച്ചിവിടെ നിൽക്കുന്നത്. അപ്പം നമുക്കിത് അൺബോക്സ് ചെയ്താലോ? സുജാതയുടെ മിക്സിയാണ്. 3 ജാറൊക്കെ ഉണ്ട്. ഒന്ന് ജ്യൂസർ അടിക്കുന്ന ജാറുണ്ട്. പിന്നെ നമുക്ക് അരിയൊക്കെ അരയ്ക്കാൻ പറ്റുന്ന അരി ഉഴുന്ന് ഒക്കെ അരയ്ക്കാൻ പറ്റും. ഇതിനകത്ത് തേങ്ങ, പിന്നെ അരി ചെറിയ ചെറിയ പൊടിക്കല്ലേ നമ്മൾ, ജീരകങ്ങൾ, പിന്നെ മസാലകളൊക്കെ പൊടിക്കുന്ന ജാറാണ് കേട്ടോ ഇത്. അപ്പം നല്ല ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും നല്ലൊരു മിക്സിയാണ് സുജാതയുടെ മിക്സി. 900 വാട്ട്സ് ഉണ്ട് ഇതിനകത്ത്. പിന്നെ ഗ്രോസ് വെയിറ്റ് 606.107 kg ആണ്. നെറ്റ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ 1 യൂണിറ്റ് ആട്ടോ. ഓക്കെ, കുറച്ച് അത്യാവശ്യം നല്ലൊരു കമ്പനി ആട്ടോ സുജാതയുടെ. അപ്പം ഓക്കെ, നമുക്കിത് അൺബോക്സ് ചെയ്താലോ? നിങ്ങൾക്ക് കാണാലോ? അപ്പം നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ്, ജാറും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. അതിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ നോക്കാം. അപ്പോൾ ഇതിനകത്തൊരു വാറണ്ടി കാർഡ് കൊടുത്തിട്ടുണ്ട്. വാറണ്ടി കാർഡിനകത്ത് എല്ലാ കാര്യങ്ങളും എങ്ങനെ യൂസ് ചെയ്യുന്നതെന്നൊക്കെ അറിയാൻ പറ്റും. ഓക്കെ, 3 ജാറുണ്ട് കേട്ടോ നമുക്കിതിനകത്ത്. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്താലോ? ഫസ്റ്റ് ഇതാ ഇതുപോലൊരു കത്തി പോലത്തെ ഒരു സാധനം കേട്ടോ. കത്തിയല്ല, ഇത് നമുക്ക് ക്ലീൻ അകത്തുള്ളിൽ ഇങ്ങനെ ഇതിൻ്റെ സാധനം ക്ലീൻ ചെയ്യുന്ന സാധനമാണ്. ഈ സംഭവമൊക്കെ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത് ഈ ചെറിയൊരു ബുക്കിനകത്ത് നമുക്ക് ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അതിൻ്റെ അടപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. നോക്കിയേ, പ്രത്യേകമായിട്ട് അടപ്പുണ്ട് കേട്ടോ ഇതിനകത്ത്. സംഭവങ്ങൾ ഉഷാറാണ് കേട്ടോ. വ്യത്യാസമുണ്ട്, എല്ലാത്തിനേക്കാളും കുറച്ച് വ്യത്യാസമുണ്ട്. ഓക്കെ, നമുക്ക് ഉദ്ഘാടനം കൂടെ ചെയ്ത് ഞാൻ കാണിക്കാം. എങ്ങനെയാണ് അരിഞ്ഞ് വരുന്നതൊക്കെ കാണിച്ചു തരാം കേട്ടോ. ജാറും കാര്യങ്ങളൊക്കെ സെറ്റാണ്, ഞാൻ കാണിച്ചു തരാം. അടിപൊളിയാണ്, നല്ല ജ്യൂസറാട്ടോ. വലിയ ജ്യൂസറാണേ. ഇതുണ്ടോ, അത്യാവശ്യം വലിയ ജ്യൂസറാണ്. നോക്കി, സെറ്റപ്പ് അല്ലേ? അടിപൊളിയാട്ടോ. സുജാതയുടെ മിക്സിയാണ്, അടിപൊളി ഉണ്ടതേ. വലിയതാട്ടോ, ജ്യൂസൊക്കെ അടിക്കുന്ന സെറ്റാട്ടോ. അടിപൊളി, നല്ല കവറിങ്ങും നല്ല തിക്നെസ്സും അടിപൊളിയാട്ടോ. കഴിച്ചു ഇത് കുറച്ച് ലെങ്ത്, അതായത് ഉയരം അതായത് ക്വാണ്ടിറ്റി ഏറെ ജ്യൂസ് അടിക്കാൻ പറ്റും നമുക്ക് ഇതിനകത്ത്. നല്ല ടൈറ്റ്നെസ്സും ഉണ്ട്, നല്ല ഫിറ്റിങ്സ് ആട്ടോ. ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്, ലോക്കും അടിപൊളിയാണ്. കണ്ടതേ, നമുക്ക് ഇത് അങ്ങനെ ജ്യൂസ് താഴെ പോകത്തില്ല. ഇതിന്റെ മേളിലൊരു ക്യാപ്പും കൂടെ ഉണ്ട് കേട്ടത്. ഇതുണ്ടോ, ഇതിന്റെ മേളിൽ വെക്കുന്ന ക്യാപ്പാട്ടത്. ഇതിന്റെ മേളിൽ വെച്ച് നമുക്ക് അടച്ചു വെച്ച് അടിക്കാവുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതിനകത്ത്. സുജാതയുടെ മിക്സിയാണ്. അടുത്ത ജാറ് കാണിച്ചു തരാം. അടുത്ത ജാറെന്ന് പറയുന്നത് ഇത് നമുക്ക് എന്താണെന്നറിയാമോ? തേങ്ങയൊക്കെ അരയ്ക്കാം, പൊടി ഐറ്റംസ് ഒക്കെ പൊടിച്ചെടുക്കാം, മസാലപ്പൊടികൾ, അങ്ങനെയുള്ള ഗരം മസാലപ്പൊടികളൊക്കെ നമുക്ക് ഇതിൽ ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, കുറച്ചും കൂടെ നല്ല ക്വാണ്ടിറ്റി ഒക്കെ നല്ലതാട്ടോ. അതിൻ്റെ കവറിങ്ങും അതിൻ്റെ ഇതെല്ലാം നല്ല സെറ്റാണ്. നോക്കിക്ക്, സാധാരണ നമുക്ക് മിക്സിയിൽ പഴയ മിക്സിയൊക്കെ എടുക്കുമ്പോൾ നമുക്കിത് കൈയിട്ട് കഴുകാനൊന്നും പറ്റത്തില്ല. നമ്മുടെ കൈ ഇതിൻ്റെ ഉള്ളിൽ കയറി ക്ലീൻ ആക്കാൻ പറ്റില്ല. പക്ഷേ ഇതിൻ്റെ ജാറിനകത്ത് നല്ലൊരു ഉപകാരമുണ്ട്. ഇതിൻ്റെ ജാറിൽ നമ്മുടെ കൈകൾ കിടക്കും, നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിൻ്റെ ചെറിയ ഇതുണ്ട്, ഇതിൻ്റെ അടിയിലെ ഇതുണ്ടോ, വാഷർ ഉണ്ടോ, ചെറുതാണ്. നമ്മുടെ കയ്യിലൊന്നും കൊള്ളത്തില്ല. നമ്മുടെ കൈ കിടന്ന് ഇങ്ങനെ നന്നായിട്ട് വാഷ് ചെയ്യാൻ ഇത് പറ്റും. ഇതുകൊണ്ട് നല്ലൊരു ഇതുണ്ട്, ഇതിൻ്റെ ബാക്ക് വശം നല്ല ഉപകാരമുണ്ട് കേട്ടോ. ചില മിക്സികളുടെ അടിയിൽ നല്ല അഴുക്കൊക്കെ പിടിച്ചിരിക്കും, അത് നമുക്കൊന്ന് വാഷ് ചെയ്തെടുക്കാം. ബ്രഷൊക്കെ വാഷ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മുടെ കൈകൾ കയറില്ല. ബ്രഷൊക്കെ വെച്ചിട്ടാണ് ഞാൻ വാഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് പിന്നെ അങ്ങനല്ല, ഇത് നന്നായിട്ട് നമ്മുടെ കൈകൾ ഉള്ളിൽ ചെന്ന് നമ്മുടെ സോപ്പൊക്കെ ഇട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് എടുക്കാൻ പറ്റട്ടെ. സുജാതയുടെ മിക്സിയാണ്, സൂപ്പറാണ്. ഇത് പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ.
നമ്മൾ മേടിച്ചപ്പം അതിൻ്റെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചാട്ടോ. അതിനകത്ത് ഓക്കെ. അടുത്ത എൻ്റെ ക്യാപ്പാട്ടോ. ക്യാപ്പൊക്കെ നല്ല ഇതാണ്, ടൈറ്റ്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല ജാറാണ്. ഇത് എല്ലാത്തിനും വെക്കാൻ ഒരു മുട്ടുണ്ട് കേട്ടോ ഇവിടെ ഫ്രണ്ടിൽ. അപ്പം അടുത്ത ജാറ് നമുക്ക് നോക്കാം കേട്ടോ. അടുത്ത ജാറ് ചെയ്താട്ടോ. ഇത് നമുക്ക് തേങ്ങയൊക്കെ അരയ്ക്കാം, പിന്നെ ഉഴുന്നരയ്ക്കാം, പിന്നെ അരിയൊക്കെ അരയ്ക്കാൻ പറ്റുന്ന സംഭവമാണിത്. ആണ് ഇതിൻ്റെ അടപ്പ് കണ്ടോ. ഇതിൻ്റെ അടപ്പ് നല്ല, അതിൻ്റെ ബാക്കോശമൊക്കെ നല്ല ഉള്ളേരിയ ഉള്ളതാണ് കേട്ടോ. നമുക്ക് കൈ കിടത്തി കഴുകാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അത് തുറന്ന് കാണിച്ചു തരാം. ഇത് വ്യത്യസ്ത അടുപ്പാട്ടോ. ഇതിന് മറ്റേ ലോക്കില്ല, ഇത് സാധാ ക്യാപ്പ് പോലത്തെ കേട്ടോ. ഇങ്ങനെ ടൈറ്റായിട്ട് ഫിറ്റ് ചെയ്താൽ മതി. ഇതാണ് മൂന്നാമത്തെ ജാറ് കണ്ടോ, നല്ലതല്ലേ. സുജാതയുടെ അടിപൊളി ഇതാട്ടോ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ബാക്കി നമ്മുടെ ഉടലാണ്. അതിൻ്റെ ഉടല് കണ്ടിയാലോ, ഉടല് കണ്ടാലോ. എൻ്റെ അമ്മ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഉണ്ടോ, അതിൻ്റെ ഉടലാണ്. കാണാവോ, കാണാം അതിൻ്റെ ഉടല്. അപ്പം നമുക്കിതിൽ നമുക്ക് ആദ്യം സെറ്റ് ഉണ്ട്. ലോ ഉണ്ട്, മീഡിയം ഉണ്ട്, വൈപ്പ് ഉണ്ട്, ഹൈ ഉണ്ട്, ഇവിടെ ഓഫ് ഉണ്ട്. മീഡിയത്തിൽ ലോയിലും എല്ലാം ഇടാം കേട്ടോ നമുക്ക് ഇതിനകത്ത്. അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ മിക്സിയുടെ. നമുക്കിത് ഉദ്ഘാടനം ചെയ്യണ്ടേ. അപ്പോൾ ഉദ്ഘാടനം ചെയ്ത് നമുക്ക് നോക്കാം. ഇത് ഫിറ്റ് ചെയ്ത് നോക്കാം കേട്ടോ. വേറെ ഒന്നും തന്നെ ഇതിനകത്തില്ല. കവർ നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഓക്കെ, നമുക്ക് ഇത് ഒന്ന് വാഷ് ചെയ്തിട്ട് നമുക്കിതിൽ അരി അരയ്ക്കാം. ഓക്കെ, അപ്പം നമുക്കിത് നമുക്ക് ഉദ്ഘാടനം ചെയ്യാം കേട്ടോ. ഫസ്റ്റ് നമുക്കിതിവിടെ പ്ലഗ് കുത്താം. എന്നെ അടുങ്ങിപ്പോയിട്ടോ, ഓണാക്കി വെച്ചിരിക്കുകയായിരുന്നു. അപ്പം നമുക്കിത് ഓഫ് ചെയ്യാം. എന്നിട്ട് ഈ സംഭവം ഇവിടെ വയ്ക്കാം. എന്തായാലും നമുക്ക് അരച്ച് നോക്കാം കേട്ടോ. അരി നമുക്ക് ഇതിലേക്ക് ഇടാം കേട്ടോ. കുറച്ച് അരി ഇട്ട് വലിയ അരിക്കണത്. വലിയ അരിക്കണത്. കുറച്ച് വെള്ളം, കപ്പ്. ബൈക്ക് കുത്തായിരുന്നെങ്കിൽ ഇത് പുറത്തുനിന്നുള്ള ഒച്ചൊന്നും നീക്കില്ലായിരുന്നു. കുറച്ച് വെള്ളം ഒഴിക്കാം കേട്ടോ നമുക്ക്. അപ്പം നമ്മൾ ഫസ്റ്റ് ഉദ്ഘാടനം കേട്ടോ. തെറിച്ചു പോയില്ലെന്ന് അറിയത്തില്ല, നോക്കാം. നല്ല ഇതിൽ അരഞ്ഞിട്ടുണ്ട് കേട്ടോ. അതെ, എല്ലാം പോലെ സൂപ്പർ ആട്ടോ. പുതിയ മിക്സി ആയതുകൊണ്ടും ഏത് അരിഞ്ഞ് കിട്ടും. അപ്പം നമ്മുടെ സുജാതയുടെ മിക്സി അടിപൊളിയാണ്. നിങ്ങൾ എല്ലാവരും സുജാതയുടെ മിക്സി ഉപയോഗിക്കുക. നമുക്കിത് മേടിച്ചത് കൊണ്ടാട്ടോ ഞാനിങ്ങനെ പറഞ്ഞ്. ഓക്കെ, എനിക്ക് ഇഷ്ടമുള്ള കമ്പനിയുടെ ഏത് കമ്പനിയുടെ മേടിച്ചാലും കുഴപ്പമില്ല. അപ്പം ഞങ്ങൾ മേടിച്ചത് കൊണ്ട് ഇതൊന്ന് അൺബോക്സിങ് വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പം നമുക്ക് ഇത് കാണിച്ചിട്ടേ സൂപ്പറായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ടോ. ഇനി അടുത്തത് അരയ്ക്കുമ്പോൾ ഇത്രയും വെള്ളം വേണ്ട, ജസ്റ്റ് ഇതിലരയ്ക്കാം കേട്ടോ. നമുക്കിതിൻ്റെ കൂടെ കുറച്ച് ചോറ് അരയ്ക്കണം കേട്ടോ.
ചോറരച്ച് പിന്നെ തേങ്ങ അരക്കണം. അപ്പത്തിനാണ്. നമ്മൾ അരിയുടെ കൂടെ നമ്മൾ കുറച്ച് ചോറും കൂടെ കൂട്ടി നല്ല മയം കിട്ടാനായിട്ട് അരയ്ക്കണം കേട്ടോ. പിന്നെ നമുക്ക് തേങ്ങ ഇത് കൂടിയിട്ട് അരയ്ക്കാം. തേങ്ങയും ചേർക്കാം. ഇത്ര തേങ്ങ വേണ്ടമ്മേ, ഇത്ര വേണ്ട. മാറ്റി വെച്ചേക്കട്ടെ. തേങ്ങ നന്നായിട്ട് അരക്കണ്ടേ അമ്മേ? അല്ല, നല്ല അരവ് വേണമെന്ന് ചോദിക്കണം. തേങ്ങ അരക്കണം. തേങ്ങ നന്നായിട്ട് ചേർക്കണം എന്നാണ് അമ്മച്ചി പറയുന്നത്. നമുക്ക് തേങ്ങ അരച്ച് ചേർക്കാം. നമ്മൾ തേങ്ങായും അരച്ച് ചേർത്ത് ഇതിനകത്ത് ഇളക്കി ഈസ്റ്റ് ഇട്ട് നമ്മൾ വെക്കാനുണ്ട്. അപ്പോൾ രാവിലെ ആകുമ്പം അപ്പത്തിനുള്ള പാകമായി മാവ് നമുക്ക് കിട്ടും. തേങ്ങ നന്നായിട്ട് അരച്ച് ചേർത്ത് കേട്ടോ. അത് ഈസ്റ്റും കൂടി ഇട്ട് കുറച്ച് 2 സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെക്കും. അപ്പോൾ രാവിലെ ആകുമ്പോൾ നമുക്കിത് പൊന്തി വരും കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റാ ബൈ ബൈ. ഇത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ. അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മിക്സി മേടിച്ചതിൻ്റെ വീഡിയോ കാണിച്ചതാണ്. അത് നമ്മൾ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ നമ്മൾ നാളെ രാവിലെ അപ്പമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അപ്പത്തിന് വേണ്ടി നമ്മൾ മാവ് മിക്സ് ചെയ്തു, അരി അരച്ചു, അതിൻ്റെ കൂടെ ചോറ് അരച്ചു, പിന്നെന്താ തേങ്ങ അരച്ച് ചേർത്ത് ഇനി അകത്ത് ഇതിന് ഈസ്റ്റും പഞ്ചസാരയും കൂടി ഇട്ട് മിക്സ് ചെയ്ത് അടച്ചു വയ്ക്കും. രാവിലെ ആകുമ്പോൾ അത് പൊന്തും. നമ്മൾ രാവിലത്തെ വീഡിയോ കാണിക്കാം കേട്ടോ അപ്പം ഉണ്ടാക്കണം. അപ്പോൾ ഇത്ര ഉള്ളൂ വീഡിയോ. ടാറ്റ ബൈ ബൈ, സി യു, ഗുഡ് നൈറ്റ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇത്ര ഉള്ളൂ. ബൈ.